So hi guys, it's me again. നിങ്ങൾക്ക് ഒറ്റ വീഡിയോ ആയിട്ട് തോന്നും പക്ഷെ ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ പോയി. Okay. So coming over to day 2, we are starting out day 2. Day 2 ഇപ്പൊ നമ്മൾ വളരെ കുറച്ച് സാധനമാണ് പഠിപ്പിച്ചത്. നിങ്ങൾ കുറച്ച് ഇന്ററാക്റ്റീവ് ആയതുകൊണ്ട് എനിക്ക് രണ്ട് കാര്യം അത് കവർ ചെയ്യേണ്ടി വന്നോളൂ. ഒന്ന് ഫോം ടാഗും രണ്ട് ടൈപ്സ് ഓഫ് CSS. സോ നമ്മൾ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തല്ലോ അല്ലേ? റെക്കോർഡിംഗ് സ്റ്റാർട്ടഡ്. ഓക്കെ. സോ റെക്കോർഡിംഗ് സ്റ്റാർട്ടഡ്. നമ്മുടെ ഗ്രൂപ്പിലെ പോളിന് ഇപ്പോൾ എനിക്ക് 29 ലൈവ് വോട്ട്സ് ആയിരിക്കുകയാണ്. വേറെ എക്സ് ഗ്രേറ്റർ ദാൻ 2. സോ ഓക്കെ, നമുക്കിപ്പോ ഫോം ടാക്സിലോട്ട് പോവാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫയലും കൂടെ ഉണ്ടാക്കാണ് ഗായ്സ്. form.html. ഓക്കെ, form.html ഉണ്ടാക്കി ആവശ്യമില്ലാത്ത ടാബുകളെല്ലാം ക്ലോസ് ചെയ്തു. സോ വാട്സാപ്പ് അവിടെ നിൽക്കട്ടെ. 10 മണിക്ക് പറഞ്ഞു തരാമോ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് 8:30 തരാമെന്ന് പറയാം. 8:30 തരാം. 8:30. Provided this video finishes at 8:30. Okay. സോ കമ്മിങ് ഓവർ, നമ്മളിപ്പോൾ ഫോം തുടങ്ങാൻ പോവാണ്. ഞാനിപ്പോൾ ഇവിടെ പോർട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. ഈ ഫയൽ ഓപ്പൺ ആക്കുന്നു ആൻഡ് വി ഗോ ലൈവ് അഗെയിൻ. അപ്പോൾ ഇവിടെ വരുന്നത് ഫോം ആയിരിക്കും, HTML അല്ല. ഓക്കെ. സോ നേരത്തെ പോലെ തന്നെ എക്സ്ക്ലമേഷൻ കൊടുത്തു, ബോയിലർ പ്ലേറ്റ് കിട്ടി, അത് സേവ് ചെയ്തു. ഇപ്പുറത്തൊന്നും വന്നില്ല കാരണം ബോഡിക്കകത്തൊന്നുമില്ല, പ്രെഡിക്റ്റബിൾ. സോ ഞാനൊരു H1 ഇട്ടു. H1 ഫോം എന്ന് കൊടുക്കുകയാണെങ്കിൽ അപ്പുറത്തൊന്നും വന്നില്ല ഗായ്സ്. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ലേസർ കൊടുത്തോട്ടെ നമുക്ക്. യെസ്, ഇപ്പൊ എന്റെ ഫോം വന്നു. നമുക്കിനി ഫോമിനെ റെൻഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഫോമിനെ റെൻഡർ ചെയ്യാം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. സോ നമുക്ക് അതുപോലെ തന്നെ ഫോം കോമൺ. സോ ഫോം ടാഗിന്റെ ഒരു ലിസ്റ്റ് കിട്ടുകയാണെങ്കിൽ നേരത്തെ പോലെ കമന്റ് ചെയ്ത് വെക്കാമായിരുന്നു. ഓക്കെ, ഇതിലെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യത്തില്ല ഗായ്സ്. നമ്മൾ വളരെ കുറച്ച് ടാഗ് ആയിരിക്കും എക്സ്പ്ലോർ ചെയ്യുന്നത്. സോ ഐ ആം കീപ്പിംഗ് ദം ആസ് കമന്റഡ് ഔട്ട്. യെസ്. സോ ഫോമിൽ ആദ്യത്തെ ടാഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇൻപുട്ട് ടാഗ് ആണ്. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ തന്നെ കുറെ ടൈപ്പ് ഉണ്ട്, കയ്യിൽ എണ്ണാത്തധികം ടൈപ്പ് ഉണ്ട്. സോ ഇവിടെ ഇപ്പോൾ ബൈ ഡിഫോൾട്ട് വന്നേക്കുന്നത് ടെക്സ്റ്റ് ഇൻപുട്ട് ആണ്. പേര് പോലെ തന്നെ അതിനകത്ത് ടെക്സ്റ്റ് ആയിരിക്കും. ഇത് കൂടാതെ ടൈപ്പ് എന്ന് പറയുന്നത് ആരായിരിക്കും? അപ്പോൾ ടെക്സ്റ്റിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ്. നേരത്തെ വീഡിയോയിൽ, ഐ മീൻ ലൈക്ക് നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻപുട്ടിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ്. അപ്പോൾ അത് കൊടുക്കുന്നു. ഇനിയിപ്പോൾ ടൈപ്പ് പാസ്വേഡ് ഉണ്ട്. നമുക്ക് ടൈപ്പ് പാസ്വേഡ് ആണെങ്കിൽ എന്ത് പറ്റും? ഡോട്ടഡ് ആയിട്ടായിരിക്കും വരുന്നത്. സോ ടൈപ്പ് പാസ്വേഡ് ആണെങ്കിൽ ഡോട്ടഡ് ആയിരിക്കും. ടൈപ്പ് ഇമെയിൽ ഉണ്ട്. ഇമെയിൽ ആണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഹാവ് എ വാലിഡേഷൻ. ഓക്കെ, ബൈ ഡിഫോൾട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു ഇമെയിൽ ആണോ, വാലിഡ് ഇമെയിൽ ആണോ അല്ലെന്നൊരു വാലിഡേഷൻ കാണും. ലൈക്ക് @ വെച്ചിട്ട്, ഐ മീൻ ലൈക്ക് അങ്ങനത്തെ ഒരു സംഭവം ഇല്ലേ? ഇമെയിൽ ആണെങ്കിൽ @ കാണും, പിന്നെ ഒരു ഡോട്ട്, ഒരു ഡൊമൈനിന്റെ വാല്യൂ കാണും. സോ ആ ഒരു സാധനമൊക്കെ ഫോം ടാഗിനകത്ത് ആണ് എൻക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ദിസ് ഈസ് എ വാലിഡ് ഇമെയിൽ ഡോട്ട് എന്നുള്ളത് നമുക്ക് ടൈപ്പ് ഇമെയിൽ ആണെങ്കിൽ വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് കൂടാതെ തന്നെ നമുക്ക് ടൈപ്പ് നമ്പർ ഉണ്ട്. നമ്പർ ആണെങ്കിൽ എന്തായിരിക്കും? അതിനകത്ത് വേറെ എന്ത് എൻ്റർ ചെയ്താലും വർക്ക് ആവത്തില്ല. സോ ഇതെന്ന് പറയുന്നത് ടൈപ്പ് നമ്പറാണ്. പോരത്തെ നമ്പേഴ്സിന് ഈ ഒരു ടോപ്പ് ബോട്ടം ആരോയും കൂടെ കാണും. ഞാനിപ്പോൾ കീബോർഡിൽ എന്ത് ടൈപ്പ് ചെയ്താലും വരത്തില്ല. വരും, കാരണം ഈ മറ്റേ എക്സ്പോണന്റിന്റെ സാധനമാണ്. പക്ഷെ നമ്പർ ടൈപ്പ് ചെയ്താൽ വരും. ആൻഡ് അത് സ്ക്രോൾ ചെയ്യുമ്പോഴും ആ സാധനം ചേഞ്ച് ആവേണ്ടതാണ്. ഇപ്പൊ ചേഞ്ച് ആയില്ല, പക്ഷെ അത് ചേഞ്ച് ആവും. സോ ഇങ്ങനെ കുറച്ചധികം ടൈപ്സ് ഉള്ളൊരു ടാഗ് ആണ് ഇൻപുട്ട് ടാഗ്. നമുക്കിപ്പോൾ ഇതിനകത്ത് ഇൻപുട്ട് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ ടൈപ്സ് കാണാം. എന്റെ ഹെഡ്സെറ്റിലെ ചാർജ് കുറവാണ്. ഓക്കെ, കമ്മിങ് ഓവർ, ലൈക്ക് എനിക്കിപ്പോ ഇത് റെക്കോർഡിംഗ് സോ ഇത്രയും അധികം ടൈപ്പ് ഉണ്ട്. നമ്മളെല്ലാം കവർ ചെയ്യുന്നതില്ല. ആവശ്യം അനുസരിച്ച് യു ഗൈസ് എക്സ്പ്ലോർ. സിമ്പിൾ ആണ്. ഇതിനകത്ത് വേറെ നോ മോർ ഹയർ കോൺസെപ്റ്റ്. ഇത്ര അധികം ഒരു രീതിയിലൊരു ഒരു ഇമേജ് ഉണ്ടായിരുന്നു. ആ ഇമേജ് കിട്ടുമോ നോക്കട്ടെ. ഇൻപുട്ട് ടാഗ് ടൈപ്സ് ഇമേജസ്. ആ പച്ച ഇമേജ് കൊള്ളാം. ഇറ്റ് ലുക്സ് ഗുഡ്. ഇതാണ്ടോ? ഇതെന്ന് പറയുന്നത് ഒരു റെഡിറ്റർ ഇട്ട ഇമേജാ. സോ ലൈക്ക് ഈ ഇമേജിനകത്ത് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ഇമേജിന്റെ ടാബ് ഇത് കണ്ടോ? ഇതിനകത്ത് നമ്മളിപ്പോ കണ്ട ഇത്രയും ആൾക്കാരുണ്ട്. ടെക്സ്റ്റ് ഉണ്ട്, ഇമെയിൽ ഉണ്ട്, പാസ്വേഡ് കണ്ടു, പിന്നെ ടെല്ലെന്ന് പറഞ്ഞാൽ ടെലിഫോൺ നമ്പർ എൻ്റർ ചെയ്യാൻ പറ്റുന്ന നമ്പർ കണ്ടു. സെർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് ന്യൂ. URL ഒക്കെ ഇത് ലൈക്ക് ഫയൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഹിഡൺ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. ബട്ടൺ എന്ന് കൊടുത്താൽ ഡിഫോൾട്ട് നമ്മൾ നേരത്തെ കണ്ട ബട്ടൺ ആയിരിക്കും. ഈ ബട്ടൺ 3 നമ്മൾ കാണും. സോ ലെറ്റ് ഇറ്റ് ബി ദർ. പിന്നെ റേഡിയോ ചെക്ക് ബോക്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ നമ്മൾ ഇനിയിപ്പോൾ നോക്കാനുള്ളത് ഫയലാണ്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ 4 ടൈപ്പ് ബേസിക്കലി കവർ ചെയ്തു. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഇൻപുട്ടിന്റെ തന്നെ നമുക്ക് ടൈപ്പ് ഫയൽ ഉണ്ട്. ഓക്കെ, ഫയൽ എന്ന് വെച്ചാൽ എന്താണ്? ബേസിക്കലി അത് നമ്മൾക്ക് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ യൂസറിന്റെ സൈഡിൽ നിന്ന് ഫയൽ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയുള്ള. സോ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസറിന്റെ സൈഡിൽ നിന്ന് ഫയൽ ഇൻപുട്ട് ചെയ്യാൻ പറ്റും.
നമുക്കിപ്പോ ഈ മേക്ക് മൈ പാസ്വേഡ് റെക്കിനകത്ത് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫോം ഫയൽ ഉണ്ട്. ഇത് എനിക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ അവിടെ form.html ഇപ്പൊ ഇൻപുട്ട് ആയിട്ട് സ്വീകരിച്ചു. അതുകൂടാതെ ഇതിന് അക്സെപ്റ്റ് എന്ന് പറഞ്ഞ വേറെ ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. അതിനകത്ത് എനിക്ക് ഫോർമാറ്റ് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഇത് ഏത് ഫോർമാറ്റിലുള്ള ഫയൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നല്ല. സോ ലൈക്ക് ഇവിടെ ഇപ്പൊ ഇമേജ് /png ആണ് കൊടുക്കുന്നതെങ്കിൽ ചൂസ് ഫയൽ കൊടുത്താൽ നേരത്തെ ഉണ്ടായിരുന്ന HTML ഇവിടെ കാണത്തില്ല. കാരണം എന്താണ്, ഞാൻ ഇൻപുട്ടിന്റെ അടുത്ത് പറഞ്ഞേക്കാം, ഇൻപുട്ടെ ഇമേജ് മാത്രമേ എടുക്കാവുള്ളൂ, അത് PNG ആണെങ്കിൽ മാത്രം തൊട്ടാൽ മതിയെന്ന്. സോ എന്റെ HTML-നെ കാണാത്ത പോലെ അത് വിടും. സോ അതവിടെ വരത്തു പോലും ഇല്ല. ഇനിയിപ്പോ പിക്ചറിനകത്ത് ഇവിടെ കണ്ട, ഇവിടെ വേണമെങ്കിൽ ഓൾ ആക്കിയാൽ കിട്ടും, പക്ഷെ അവിടെ ബൈ ഡിഫോൾട്ട് ഉണ്ട് PNG വന്നേക്കുന്നത്. ഞാനിപ്പോ എന്റെ സ്ക്രീൻഷോട്ട് ഇറക്കുകയാണെങ്കിൽ അതിനകത്തുള്ള എല്ലാം വരും, ബിക്കോസ് അവരെല്ലാരും PNG ആണ്. സോ അതാണ് ഫയൽ ഇൻപുട്ടിന്റെ സാധനം എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ നമുക്ക് ഇൻപുട്ട് തന്നെ വേറെ ഏത് ടൈപ്പാണുള്ള ഇൻപുട്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഡേറ്റ് ഒക്കെ ഇൻപുട്ട് ചെയ്യണേൽ ഇൻപുട്ട് ടൈപ്പ് അതല്ല നമ്മൾ ഡേറ്റ് ആണ് പറഞ്ഞത്. ഇൻപുട്ട് ഫുൾ : ടെക്സ്റ്റ് കൊടുക്കാം ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക്. ഇതിനകത്ത് ഡേറ്റ് ഒക്കെ ഇൻപുട്ട് ചെയ്യുന്നത് എന്ത് പാടാണല്ലേ, ദാറ്റ് ഈസ് വെരി ബാഡ് റൈറ്റ്. സോ അതിന് പകരമാണ് നമുക്ക് ഇൻപുട്ടിനകത്ത് ടൈപ്പ് എന്തുള്ളത്, ഡേറ്റ് ടൈം എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഉണ്ട് ഗൈസ്. അതാണേൽ ഡേറ്റ് ടൈം അല്ല, ഡേറ്റ് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഉണ്ട് ഗൈസ്. അതാണേൽ നിങ്ങൾക്ക് ഡേറ്റ് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. റെക്കോർഡിംഗ് വീണ്ടും ഓൺ ആണല്ലോ. യെസ്, റെക്കോർഡിംഗ് ഓൺ അല്ല ഗായ്സ്, റെക്കോർഡിംഗ് ഓൺ അല്ല. റെക്കോർഡിംഗ് ഓൺ ആണ്. പാനിക് ഫോർ നത്തിങ്. എന്റെ OBS-ന് ഇടയ്ക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടല്ലോ. ഞാൻ 1.5 മണിക്കൂറത്തേക്ക് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് വെറുതെ പോയിട്ടുണ്ട്. അപ്പൊ ഡേറ്റ് കൊടുത്തേക്കാണ്. ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡേറ്റ് വരും. ഞാൻ അവിടെ ടൈമർ കണ്ടില്ല ഇടയ്ക്ക്. ഓക്കെ. സോ ഡേറ്റ് കൊടുത്താൽ ഡേറ്റ് വരും. പിന്നെ ടൈം ഇൻപുട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഡേറ്റ് ടൈം ലോക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ഉണ്ട്. അത് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈമും കൂടെ ഇൻപുട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് ആ ഇൻപുട്ടിന്റെ കാര്യം. ഇത് കൂടാതെ നമുക്ക് നമ്മളിപ്പോ ഇൻപുട്ട് ടാഗ് ആണ് ബേസിക്കലി കവർ ചെയ്തത്. അത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ഏരിയ ഉണ്ട്. ടെക്സ്റ്റ് ഏരിയ പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്, വലിയൊരു ഇൻപുട്ട് അത്രേ ഉള്ളൂ. നേരത്തെ കണ്ട ഇൻപുട്ട് തന്നെയാണ്, വലിയൊരു ഇൻപുട്ടാണ്. അതിനെ വലിച്ചു നീട്ടാനും ചെറുതാക്കാനും പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും കൊടുത്ത് എവിടെ വരും? ഓക്കെ, അകത്ത് കൊടുത്താൽ ഡിഫോൾട്ട് ആയിട്ട് ഫില്ല് ചെയ്യും. പക്ഷെ പൊതുവെ ആരും അകത്ത് കൊടുക്കാറില്ല, ബിക്കോസ് യൂസർ ഇൻപുട്ട് എടുക്കുന്നതാണ്. പ്ലേസ് ഹോൾഡർ ഒക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ആട്രിബ്യൂട്ട് ഉണ്ട്. ഓക്കെ, സോ പ്ലേസ് ഹോൾഡർ ആണെങ്കിൽ അറിയാമല്ലോ, യൂസറിന് ഇനിഷ്യലി കാണിക്കും, പക്ഷെ യൂസർ ടൈപ്പ് ഇറങ്ങുമ്പോൾ അത് പോകും. സോ അതാണ് പ്ലേസ് ഹോൾഡറിന്റെ കേസ്, ഐ മീൻ ടെക്സ്റ്റ് ഏരിയയുടെ കേസ്. വലിയൊരു ഇൻപുട്ട്, ദാറ്റ്സ് ഓൾ. ബട്ടൺ ടാഗ് നമ്മൾ നേരത്തെ ഇതിൽ കവർ ചെയ്തു. പിന്നെ നമുക്കുള്ളത് ആരാണ്, സെലക്ട് എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. സെലക്ട് ഒരു ഇൻപുട്ടിനകത്ത് തന്നെ വേറൊരാളും കൂടെ ഉണ്ട് കേട്ടോ. ഇൻപുട്ടിനകത്ത് നമുക്ക് റേഡിയോ എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഉണ്ട്. ഓക്കെ, റേഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം, മെയിലും ഫീമെയിലും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ മെയിലുണ്ട്, ഇവിടെ മെയിലുണ്ട്. ആൻഡ് ഇവിടെ വരികയാണെങ്കിൽ BR ഇട്ട ബ്രേക്ക് ആവും കേട്ടോ. ദാറ്റ് ഈസ് എ ബ്രേക്ക് ഫോർ ലൈൻ ബ്രേക്ക്, അടുത്ത ലൈനിൽ വരാനാണ്. സോ ഇവിടെ ഇപ്പോൾ ഫീമെയിൽ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് മെയിൽ ഉണ്ട്, ഫീമെയിൽ ഉണ്ട്. ഇതൊരു റേഡിയോ ബട്ടണാണ്. സോ റേഡിയോ ബട്ടണകത്ത് മെയിലും ഫീമെയിലും മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് അറ്റ് എ ടൈം ശരിക്കും ലോജിക്കലി ഒന്ന് മാത്രമല്ലേ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ റേഡിയോ ബട്ടൺ അതിനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ റേഡിയോ ബട്ടൺ യൂസ് ചെയ്യുമ്പോൾ എന്തും കൂടെ എൻഷുർ ചെയ്യണം, അതിന്റെ രണ്ടിന്റെയും നെയിം ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ഒന്നാണെന്നുള്ളതും കൂടെ നിങ്ങൾ എൻഷുർ ചെയ്താൽ മാത്രമേ അത് പ്രോപ്പർലി വർക്ക് ആകത്തുള്ളൂ. അല്ലെങ്കിൽ വർക്ക് ആകത്തില്ല. ഇപ്പൊ കണ്ടോ, ഒന്ന് മാത്രമേ അറ്റ് എ ടൈം സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ രണ്ടും അറ്റ് എ ടൈം സെലക്ട് ആവും, വിച്ച് ആക്ച്വലി ബിഹേവ്സ് ആസ് എ ചെക്ക് ബോക്സ്. അതിന് നമുക്ക് ചെക്ക് ബോക്സ് ഉണ്ടല്ലോ, അപ്പൊ എന്തിനാ റേഡിയോ യൂസ് ചെയ്യുന്നത്? ഓക്കെ, സോ അതാണ് റേഡിയോ ബട്ടൺ. 2-3 ഓപ്ഷനുകളിൽ അല്ലെങ്കിൽ N ഓപ്ഷൻസിൽ ഒന്ന് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു യൂസ് കേസിലാണ് റേഡിയോ ബട്ടൺ യൂസ് ചെയ്യുന്നത്. റേഡിയോ ബട്ടൺ യൂസ് ചെയ്യുമ്പോൾ എന്ത് എൻഷുർ ചെയ്യണം, അതിന്റെ നെയിം ടാഗിനകത്തുള്ള സ്ട്രിങ്ങിന്റെ വാല്യൂ ഒന്നായിരിക്കണം. സോ അത് കഴിയുകയാണെങ്കിൽ നമുക്ക് ഇൻപുട്ടിനകത്ത് വീണ്ടും പിന്നെ ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, CHECK. ഇത് ഷോർട്ട് കട്ടാണ് ചെക്ക് ബോക്സ് വരാൻ വേണ്ടിയിട്ട്. ഗ്രൂപ്പിലെ പോൾ 30 ആയിരിക്കുന്നു ഗൈസ്. അപ്പൊ ചെക്ക് ബോക്സ് ഇട്ടാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നേരത്തെ പോലെ തന്നെയാണ്. യു കുഡ് ഹാവ് N നമ്പർ ഓഫ് ചെക്ക് ബോക്സസ് ആൻഡ് എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും. ചെക്ക് ചെയ്താൽ ആ വാല്യൂ കിട്ടും. അതാണ് ചെക്ക് ബോക്സ് എന്നുള്ളത്. ദാറ്റ്സ് ഇറ്റ്. സോ കമ്മിങ് ഓവർ ടു സെലക്ട് ടാഗ്, നമ്മളിപ്പോൾ സെലക്ട് ടാഗ് എന്ന് പറയുന്നത് ബേസിക്കലി എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സെലക്ട് ടാഗ് യൂസ് ചെയ്യുന്നത്. അതാണ് സെലക്ട് ടാഗ്. സോ സെലക്ട് ടാഗിനകത്ത് നമ്മൾ നേരത്തെ ലിസ്റ്റ് ഐറ്റം കണ്ടില്ല, ഓർഡേഡ് ലിസ്റ്റ്, അൺഓർഡേഡ് ലിസ്റ്റ്, അതിനെ പോലെ തന്നെ ഒരു സിന്റാക്സ് ആണ് ഇതിലും ഉള്ളത്. ഇവിടെ ഓയിലിന് വരെ സെലക്ടും എല്ലൈന് വരെ ഓപ്ഷനും. സോ ഇവിടെ അപ്പോൾ ഓപ്ഷനകത്ത് 1 2 3 ഒരു ഡ്രോപ്പ് ഡൗൺ പോലെ വരും. ബൈ ഡിഫോൾട്ട് CSS ഒന്നും എഴുതണ്ട.
സോ ആ ഒരു സാധനം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ സെലക്ട് ടാഗ്. ഇതിനകത്ത് ഈ ഓപ്ഷന്റെ ഈ 2 ബ്രാക്കറ്റിനകത്തുള്ളതിന് ഇവിടെ നമ്മൾ ഇതിനകത്ത് ഈ സാധനം കാണിക്കുക. ഈ 1 ആയിരിക്കും യൂസറിനെ കാണിക്കുന്നത്. പക്ഷെ ബാക്ക് എൻഡിലോട്ട് പോകുമ്പോഴത്തേക്ക് ഫോം വെച്ച് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഈ വാല്യൂ ആയിരിക്കും ശരിക്കും എടുത്ത് ബാക്ക് എൻഡിലോട്ട് അയച്ചു കൊടുക്കുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ സെലക്ട് ടാഗ്. ഓപ്ഷൻ ടാഗ് കവർ ചെയ്തു. ഓപ്റ്റ് നമ്മൾ കവർ ചെയ്യുന്നത് അങ്ങോട്ട് പോകുന്നുണ്ടാവില്ല. വി വിൽ ബി കവറിങ് ഓൺ ടു ലേബൽ. സോ ലേബൽ ബേസിക്കലി എന്താന്ന് വെച്ചാൽ ഒരു ഇൻപുട്ട് ടൈപ്പ് കൊടുക്കുമ്പോൾ അതിന് നമ്മൾ ലേബൽ ഉപയോഗിക്കും. ലേബൽ ഫോർ നെയിം. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിന്റെ നെയിമും തന്നെ കൊടുക്കാം. സോ ഇതിനാണ് ലേബൽ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നെയിം കണ്ടോ, ഒരു ഇൻപുട്ടിന്റെ ലേബൽ ആയിട്ടാണ് ലേബൽ ടാഗിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായില്ല? ആ പേര് സെമാന്റിക് കൈൻഡ് ഓഫ് സാധനം. ഒരു ഫീൽഡിന്റെ ലേബൽ എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലേബൽ ടാഗ് യൂസ് ചെയ്യുന്നത്. അതർ ദാൻ ദാറ്റ് അതിന്റെ വിഷയമില്ല. ആൾക്കാരൊന്നും വലുതായിട്ട് ലേബൽ ഉപയോഗിച്ചത് കണ്ടിട്ടില്ല. ഞാനൊക്കെ എപ്പോഴും ഇങ്ങനത്തെ യൂസ് കേസിൽ പി ടാഗ് ആണ് ഉപയോഗിക്കുന്നത്. കോസ്റ്റ് ബോത്ത് വർക്ക് ഫസ്റ്റ് നെയിം. ഇവിടെ ഇപ്പൊ ഫസ്റ്റ് നെയിം വന്ന് പി ടാഗ് കൊടുത്ത അടുത്ത ലൈനിൽ വരുമെന്നേ ഉള്ളൂ. അതർ ദാൻ ദാറ്റ് ലൈക്ക് നോ മോർ ഡിഫറൻസ്. അടുത്ത ലൈനിൽ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ്. വി വിൽ കം ഓൺ ടു ദാറ്റ്. അപ്പോൾ അതാണ് ലേബൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു പുള്ളിയും കൂടെ ഉള്ളതാണ് നമ്മുടെ ഫോം ടാഗ്. സോ കമ്മിങ് ഓവർ ഫോം ടാഗ്. നമുക്കിപ്പോ ഇവിടുന്ന് ഫോമിന്റെ ഒരു കോഡ് എടുത്തുകൊണ്ട് വരാം ഗായ്സ്. സോ ദിസ് ഈസ് ദ ഡിഫോൾട്ട് കോഡ്. ഇത് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫോം ടാഗിന്റെ ഒരു കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ അകത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ കണ്ടതാണ്. ഫോണ്ട് സൈസ് ചെറുതായിട്ടൊന്ന് ഞാൻ കുറക്കുന്നു. ഐ ഹോപ്പ് ഇറ്റ് ഈസ് വിസിബിൾ ഫോർ യു ആൾ. അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് സൂം ചെയ്ത് നോക്കാം. സോ കമ്മിങ് ഓവർ ഇതാണ് നമ്മുടെ ഫോം ടാഗ്. ഇതിനകത്ത് ലേബൽ എന്താന്ന് പറഞ്ഞു, ഇൻപുട്ട് എന്താന്ന് പറഞ്ഞു, ടൈപ്പ് ടെക്സ്റ്റ് ഉണ്ട്. ഈ ഐ ഡി നെയിം നിങ്ങളിപ്പോ നോക്കണ്ട, ജസ്റ്റ് ലീവ് ഇറ്റ് ഓവർ ദർ. ഫോർ നോക്കണ്ട. ഫോർ ആട്രിബ്യൂട്ട് ജസ്റ്റ് സ്പെസിഫൈങ് ലൈക്ക് ഈ ലേബല് ഇതിനാണെന്നുള്ളത്. സോ ദിസ് 2 സാധനം മാച്ച്, ഇത് 2 സാധനം മാച്ച്. സോ ആ ലേബൽ ആരുടെ ലേബൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. സോ കമ്മിങ് ഓവർ ലൈക്ക് നമ്മുടെ ഇപ്പൊ പുതിയ ആളെന്ന് പറയുന്നത് ഫോം ആണ്. ഫോമും പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു എൻക്ലോഷർ ആണ്. സോ ഫോമും നേരത്തെ പറഞ്ഞ പോലെ എനിക്കിപ്പോ ഇതിനെ ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ ഫോമിന് പകരം ഡിവ് ഉപയോഗിക്കായിരുന്നു. ഓക്കെ, പക്ഷെ ഞാനിപ്പോ ഡിവ് ഉപയോഗിച്ചുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഫോം ടാഗ് ഇടുമ്പോൾ അതിന് കുറച്ച് ഡിഫോൾട്ട് സൂപ്പർ പവേഴ്സ് കിട്ടും. ദാറ്റ് ഈസ് ഞാനിപ്പോ ഇവിടെ നമുക്കൊരു HR ഇടാം, ലൈക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ, ഇതെന്റെ ഫോം ടാഗ് ഇട്ടതും ഇതെന്റെ HTML സാധനം. സോ ഇവിടെ ഇപ്പൊ നമ്മൾ ഡിഫറൻസ് നോക്കുകയാണ്. ഞാനിപ്പോ ഇതിനകത്ത് എന്തെങ്കിലും എൻട്രി സബ്മിറ്റ് ചെയ്താൽ അത് ക്ലിയർ ആവും, അല്ലെങ്കിൽ ആ ആക്ഷൻ എന്താണോ അത് സംഭവിക്കും. പക്ഷെ ഇവിടെ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാൻ ഒന്നും സംഭവിക്കത്തില്ല, കാരണം ആ ഡിവിന് ആ പ്രോപ്പർട്ടി ഇല്ല. സോ അതാണ് ഫോം ടാഗിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. സബ്മിറ്റ് ചെയ്യുമ്പോൾ എങ്ങോട്ടെങ്കിലും ഡേറ്റ എടുത്ത് അയക്കണമല്ലോ, ഐ മീൻ ഏതെങ്കിലും ഒരു പേജിലോട്ട് പോകണമല്ലോ. കാരണം ബിസിനസ് ലോജിക് അല്ലെങ്കിൽ ഈ ഡേറ്റേനെ എന്ത് ചെയ്യണമെന്നുള്ള ലോജിക് ഇവിടെ ആയിരിക്കത്തില്ല നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതൊന്നും HTML ആയിരിക്കത്തില്ല. ഇവിടെ ഇപ്പൊ PHP ഉള്ള വേറെ ഏതെങ്കിലും പേജോ അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ഉള്ള ഏതെങ്കിലും പേജിലോ ആയിരിക്കും ചെയ്യുന്നത്. സോ ആ പേജിന്റെ റൗട്ടാണ് ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകണമെന്നുള്ളത് ഡിഫോൾട്ട് ആണ്. അതിന് ഞാൻ പ്രത്യേകിച്ച് വേറെ എക്സസ് കോഡ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, എന്ത് ഇടുകയാണെങ്കിലും ഫോം ടാഗ് ഇടുകയാണെങ്കിലും. സോ അതാണ് ഫോം ടാഗിന്റെ ഒരു സ്പെസിഫിക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ മെത്തേഡ് ഉണ്ട്. മെത്തേഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ HTTP മെത്തേഡ്സ് കുറച്ചുണ്ട്. HTTP മെത്തേഡ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഉണ്ടോ, ഗെറ്റ്, പുട്ട്, പോസ്റ്റ്, ഹെഡ്, പാച്ച് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സാധനങ്ങളുണ്ട്. സോ ഗെറ്റ് എന്ന് പറയുന്നത് ഒരു ബാക്ക് എൻഡ് സൈറ്റിൽ നിന്ന് ഡേറ്റ ഗെറ്റ് ചെയ്യാനും, പോസ്റ്റ് എന്ന് പറയുന്നത് അതിലോട്ട് ഐ മീൻ ലൈക്ക് ആ ഒരു APIയിലോട്ടോ അല്ലെങ്കിൽ ആ വെബ് സെർവറിലോട്ടോ ഡേറ്റ കൊടുക്കാനും വേണ്ടിയിട്ടാണ്. ഗെറ്റ് എടുക്കാനും പോസ്റ്റ് കൊടുക്കാനും. സോ അതേ മീനിങ് തന്നെയാണ് ഇവിടെ ഉള്ളത്. മെത്തേഡ് ഗെറ്റ് ആണെങ്കിൽ ഈ ഒരു പേജിലെ ഡേറ്റ ഫെച്ച് ചെയ്യാൻ നോക്കും. പോസ്റ്റ് ആണെങ്കിൽ ഇതിനകത്തുള്ള വാല്യൂസ് അങ്ങോട്ട് കൊടുക്കാൻ നോക്കും. ഓക്കെ അല്ലേ? ഗെറ്റ് ആണെങ്കിൽ അതിൽ ഡേറ്റ ഇങ്ങോട്ട് എടുക്കാൻ നോക്കും. പോസ്റ്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ യൂസർ എൻ്റർ ചെയ്തിട്ട് അങ്ങോട്ട് കൊടുക്കാൻ നോക്കും. സോ ആ ഒരു ഡിഫറൻസ് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അതാണ് നമ്മൾ HTML സൈഡിൽ ഡേ 2 കവർ ചെയ്ത സാധനം. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു ഓൾ. സോ ഇനി നമ്മൾ ഡേ 2 പിന്നെ കവർ ചെയ്തൊരു സാധനമാണ് CSSന്റെ കുറച്ച് ബേസിക്സ്. റെക്കോർഡിംഗ് ആണല്ലോ അല്ലെ? റെക്കോർഡിംഗ് ആണ്. ഓക്കെ, ഇനി വി ഹാവ് 6 more minutes. ഞാൻ 20 minutes ചെയ്ത പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ചെറുതായിട്ടൊന്ന് CSSലോട്ട് കയറുകയാണ്. സോ CSSലോട്ട് കിടക്കാൻ ഗൈസ്. ഞാനപ്പോൾ നമുക്ക് CSS എന്ന് പറഞ്ഞാൽ ബേസിക്കലി 3 രീതിയിൽ നമുക്കൊരു HTML എഴുതാൻ പറ്റും. ഓക്കെ, CSS ബേസിക്കലി നമുക്ക് അല്ലെങ്കിൽ ഒരു ന്യൂ ഇതുണ്ടാക്കാം. ഓക്കെ, സോ ലെറ്റ്സ് CSS.html.
നല്ല പേര്. CSS എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ നെയിമാണ്. സോ css.html എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫയൽ ആരംഭിക്കാം. ആൻഡ് അതിനകത്ത് ഞാൻ ബോയിലർ പ്ലേറ്റ് എക്സ്ക്ലമേഷൻ കൊടുത്താൽ ആ സാധനം വരും. സോ ഗ്രൂപ്പിലെ ഇപ്പോൾ ഇപ്പോഴും 30 തെറ്റാണ്. ഐ ഗസ് ദാറ്റ് ഈസ് ദ പീക്ക്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇവിടെ css.html ഉണ്ടാക്കി. ഞാൻ ഇവിടെ ലൈവ് സെർവർ സ്റ്റോപ്പ് ചെയ്തു. ആൻഡ് ഇവിടെ വന്നിട്ട് ലൈവ് സെർവർ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സോ ആവശ്യമില്ലാത്ത ടാഗുകൾ ഞാൻ വീണ്ടും ക്ലോസ് ചെയ്യും. ഇവിടെ ഒന്നുമില്ല. സോ നമുക്കിപ്പോൾ ഇവിടെ ഒരു പി ടാഗ് ഇടാം. പി ടാഗിനകത്ത് നമുക്ക് ഓക്കെ, സോ അതവിടെ സേവ് ചെയ്തപ്പോൾ തന്നെ വന്നു. നമുക്കിനി ഇതിനകത്ത് സ്റ്റൈൽ ഇടാൻ വേണ്ടി മൊത്തം 3 ടൈപ്പാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇൻലൈൻ ആയിട്ട് ഇടാം. ഇൻലൈൻ സ്റ്റൈൽസ് ഉണ്ട്. രണ്ടാമത്തേന്ന് പറയുന്നത് ഇന്റേണൽ സ്റ്റൈൽസ് ഉണ്ട്. ആൻഡ് മൂന്നാമത്തേന്ന് പറയുന്നത് നമുക്ക് എക്സ്റ്റേണൽ സ്റ്റൈൽസ് ഉണ്ട്. അത് മൂന്നും അങ്ങനെ തന്നെ വന്നു. സോ ഇന്റേണൽ ഉണ്ട്, ഇൻലൈൻ ഉണ്ട്, പിന്നെ എക്സ്റ്റേണൽ ഉണ്ട്. സോ ഈ 3 സ്റ്റൈൽസ് ആണ് ബൈ ഡിഫോൾട്ട് ഉള്ളത്. ഒറ്റ മിനിറ്റ് ഗൈസ്. സോ നമ്മൾ പറഞ്ഞു നിർത്തിയത് 3 ടൈപ്പ് ഓഫ് സ്റ്റൈൽ ഉണ്ടെന്നാണ്. ഇന്റേണൽ ഉണ്ട്, ഇൻലൈൻ ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്. സോ ഇൻലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പി ടാഗിന്റെ കൂടെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ല ഒരു ആട്രിബ്യൂട്ട് പോലെ കൊടുക്കും. കാരണം നമുക്ക് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. അതിനകത്ത് ഇപ്പോ കളർ ലെറ്റ്സ് വൈറ്റ് കൊടുത്തോ അത് വരത്തില്ല. ലെറ്റ്സ് ഗിവ് റെഡ്. സോ ഇപ്പൊ റെഡ് കൊടുത്തപ്പോ കണ്ടോ, അത് റെഡ് ആയത് കണ്ടോ. ഇതിനെയാണ് നമ്മൾ ഇൻലൈൻ എന്ന് പറയുന്നത്. ആ ഒരു ടാഗ് ഏതാണോ ആ ടാഗിന്റെ തന്നെ ആട്രിബ്യൂട്ട് ആയിട്ട് സ്റ്റൈൽ കൊടുക്കാൻ പറ്റും. സോ ഇതിനെയാണ് നമ്മൾ ഇൻലൈൻ സ്റ്റൈൽസ് എന്ന് വിളിക്കുന്നത്. സോ CSS. ഓക്കെ, സോ അതന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻലൈൻ സ്റ്റൈൽസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇത് കൂടാതെ നമുക്ക് ഇന്റേണൽ സ്റ്റൈൽ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് സ്റ്റൈൽ ഹെഡിനകത്ത് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. സോ അതിനകത്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഞാൻ എന്താ അപ്പോൾ സ്റ്റൈൽ ഡിഫൈൻ ചെയ്തേക്കുന്നത്, പി ടാഗിന്റെ സ്റ്റൈൽ ഷുഡ് ബി കളർ ബ്ലൂ. പക്ഷെ കളർ വന്നില്ല. അതിന് കാരണം ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. ഇതൊന്ന് മാറ്റുകയാണെങ്കിൽ അതിപ്പോ ബ്ലൂ ആയി കണ്ടോ. സോ ഇത് കമന്റ് ചെയ്തിടാം. സോ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് ഇന്റേണൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മൾ ഹെഡിനകത്ത് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു HTML എലിമെന്റ് ഉണ്ട്. അതിനകത്ത് നമ്മൾ സ്റ്റൈൽസ് ഡിഫൈൻ ചെയ്യും. ഓക്കെ, ഞാനിപ്പോ സ്പാന്റെ കളർ റെഡ് ഇട്ടിട്ട് ഇതിനെ സ്പാൻ ചെയ്യണമെന്ന്. ഇപ്പോൾ ഇതിന് നമ്മൾ നേരത്തെ ഇട്ട പോലെ സ്പാനിനകത്ത് ഇടുകയാണെങ്കിൽ ഇപ്പൊ മനസ്സിലായില്ലേ. നേരത്തെ നമ്മളുടെ കേസിനകത്ത് പീന് മൊത്തത്തിൽ മാത്രമേ എനിക്ക് ബ്ലൂ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഫ്രണ്ട് ആൻഡ് എഞ്ചിനീയറിന് മാത്രം കളർ മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ സ്പാൻ എന്ന് പറഞ്ഞ ടാഗ് ഇടുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ സ്പെസിഫിക്കലി ആ സ്പാൻ ടാഗിനെ ഫോക്കസ് ചെയ്ത് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഇതിനാണ് നമ്മൾ നേരത്തെ സ്പാൻ ടാഗിന്റെ യൂസ് കേസ് പറഞ്ഞത്. ഇത് മാത്രമല്ലാതെ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വിക്കിപീഡിയ പോയപ്പോൾ കണ്ടായിരുന്നു. അത് ജസ്റ്റ് അതിന്റെ യൂസ് കേസ് എന്താന്ന് വെച്ചാൽ ലൈക്ക് കോഡ് എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. അതിന്റെ ഫോണ്ട് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും കോഡ് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതാണ് നമ്മുടെ സ്പാൻ ടാഗ് ഇന്റേണൽ സ്റ്റൈൽ. ഓക്കെ, നമ്മളിപ്പോ ഇൻലൈൻ കവർ ചെയ്തു, ഇന്റേണൽ കവർ ചെയ്തു. അടുത്തെന്ന് പറയുന്നതാണ് ഗായ്സ് നമുക്ക് എക്സ്റ്റേണൽ ഉണ്ട്. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ വി ക്രിയേറ്റ് ആൻ എക്സ്റ്റേണൽ സ്റ്റൈൽ ഫയൽ. style.css എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം, ഇതും ക്ലോസ് ചെയ്യാം. ഈ CSSനകത്ത് നമുക്ക് ഒരു h1 ടാഗ് ഇടാം ഗൈസ്. ഓക്കെ, h1 ടൈപ്പ് ചെയ്ത് കൺട്രോൾ സ്പേസ് കൊടുക്കുക, ഹെഡർ. ഓക്കെ, നമുക്ക് ഇതിനെ എക്സ്റ്റേണലി സ്റ്റൈൽ ചെയ്യാൻ നോക്കാം. സോ ഇങ്ങനെ വിളിച്ച് ഞാനിപ്പോ കളർ ഇത് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, കളർ റെഡ് ആയതും ഇല്ല, ഫോണ്ട് സൈസ് തൊട്ട് 50 ആയില്ല. ഓക്കെ, അതിന് കാരണം എഴുതിയാൽ മാത്രം പോരാ, വി നീഡ് ടു ലിങ്ക് ദ ഫയൽസ് ടുഗദർ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെഡിനകത്ത് ലിങ്ക് എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. അതിനകത്ത് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് CSS എന്ന് പറഞ്ഞിട്ട്. സോ റെൽ എന്ന് പറയുന്നത് ലൈക്ക് റിലേഷൻഷിപ്പ് ആണ്. ഈ ഒരു ലിങ്ക് ആ ഫയലും ഈ HTML-ഉം ഈ ഫയലുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്, സ്റ്റൈൽ ഷീറ്റ് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ലൈക്ക് CSS എന്ന് പറയുന്നത് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ആണ്. അപ്പൊ അതൊരു സ്റ്റൈൽ ഷീറ്റ് ആണ്. ഈ HTML-ന്റെ സ്റ്റൈൽസ് ആ ഒരു ഫയലിൽ നിന്നാണ് വരുന്നതെന്നാണ് നമ്മളവിടെ കാണിക്കുന്നത്. സോ ഇവിടെ ഞാൻ style.css കൊടുത്തു. ഇനി ഇത് സേവ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പൊ ചുമന്ന കളർ വന്നു കണ്ടോ. ഞാനിപ്പോ ഫോണ്ട് പിക്സൽ ഇത് 24 ആക്കുകയാണെങ്കിൽ അത് ചേഞ്ച് ആയി. ഓക്കെ, സോ നമുക്ക് 3 തരത്തിലുണ്ട്, ഇന്റേണൽ ഉണ്ട്, ഇൻലൈൻ ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്. പിന്നെ നമ്മളിപ്പോ എന്ത് കവർ ചെയ്തു, ഡേ 2-ല് ഫോം ടാഗ്സ് എന്താണെന്ന് നോക്കി. സോ ഇത് ഇത്രയുമാണ് നമ്മൾ ഡേ 2-ല് കവർ ചെയ്തത്. ഇനി നമുക്ക് ഡേ 3-ലോട്ട് പോവാം ഗൈസ്. So we will be back with day 3.